ഇതാണ് ഒരു ബേർഡിൻ്റെ ഐഡൻറ്റിറ്റി, ലെഗ് ബാൻഡ് എന്ന് പറയും. ഇതിൽ അവരെ ഒരു ആൽഫബറ്റും നമ്പറും ഉണ്ടാവും, അതായിരിക്കും അവരെ പേര് വരിക. കൊണിയൂർസിൻ്റെ കേസിൽ ഇതിന് മെയിൽ ഫീമെയിൽ നമുക്ക് വിഷ്വലി പറയാൻ പറ്റില്ല. DNA സെക്സിങ്ങിലൂടെ മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഫെദർ സാമ്പിൾസിലൂടെയാണ് നമ്മൾ DNA എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എഗ് ഷെൽസിലൂടെ എടുക്കാം, അല്ലെങ്കിൽ ബ്ലഡ് സാമ്പിൾസിനായിട്ട് അയച്ചു കൊടുത്താലും കിട്ടും. നോർമലി നമ്മൾ ഫെദർ ഉപയോഗിച്ചിട്ടാണ് DNA എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഓരോന്നും പ്ലക്ക് ചെയ്യുക, ഇതിൻ്റെ അറ്റത്ത് ബ്ലഡ് സാമ്പിൾസ് കിട്ടുന്നവർക്ക് അങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ DNA എടുക്കുന്നത്. ഈ ഫെദർ പൂനെയിലുള്ള ഒരു ലാബിലേക്കാണ് അയക്കുന്നത്, ഗ്ലോറിയസ് എക്സോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു പോസ്റ്റൽ അയച്ചു കഴിഞ്ഞാൽ 3 to 4 days അവിടെ കിട്ടാനായിട്ട് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവർ PDF ഫോർമാറ്റിൽ അതിൻ്റെ റിസൾട്ട് അയച്ചു തരും. പിന്നെ ഒരു 1 week കഴിയുമ്പോൾ അതിൻ്റെ കാർഡ് പോസ്റ്റലായിട്ട് അയച്ചു തരും.